കേരളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനവും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കേന്ദ്രവുമായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ സമീപ ദിവസങ്ങളിലായി അരങ്ങേറിയ അക്രമാസക്തമായ സംഭവ വികാസങ്ങൾ കേവലം പ്രാദേശികമായ ഒരു തർക്കമല്ല, മറിച്ച് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ ജനാധിപത്യപരമായ അപജയത്തിന്റെ ആഴമേറിയ സൂചനയാണ്. ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങളും വികസന നയങ്ങളും ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പരമാധികാര സഭയ്ക്കുള്ളിൽ ജനപ്രതിനിധികൾ പരസ്പരം തെരുവ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് കയ്യാങ്കളിയിലേക്കും ശാരീരികമായ ആക്രമണങ്ങളിലേക്കും വഴിമാറുമ്പോൾ തകരുന്നത് ജനാധിപത്യ സംവാദങ്ങളുടെ അന്തസ്സും നിയമവാഴ്ചയുമാണ്. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ 2ാം തവണയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇത്തരത്തിൽ അക്രമാസക്തവും സംഘർഷഭരിതവുമായി മാറുന്നത് എന്നത് ഈ പ്രതിസന്ധിയുടെ ആസൂത്രിത സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. കൗൺസിൽ ഹാളിൽ BJP, UDF, LDF അംഗങ്ങൾ തമ്മിലുണ്ടായ കടുത്ത ഏറ്റുമുട്ടലിൽ പരസ്പരം ഷർട്ട് വലിച്ചു കീറുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കസേരകളും മേശകളും മറിച്ച പരസ്പരം ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്യുന്ന തരം താഴ്ന്ന പ്രവണതകൾക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുത്തയച്ച വ്യക്തികൾ ഒരു നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ ക്രിമിനൽ സംഘങ്ങളെ പോലെ പെരുമാറുന്നത് കേരളത്തിന്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഈ നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ പെട്ടെന്നുള്ള കാരണം പരിശോധിക്കുമ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലെ ഹാജർ പുസ്തകവുമായി ബന്ധപ്പെട്ടുയർന്ന ക്രമക്കേട് ആരോപണങ്ങളാണ് പ്രകോപനത്തിന് വഴിവെച്ചതെന്ന് കാണാം. കൗൺസിൽ യോഗത്തിന്റെ ഹാജർ ബുക്കിൽ BJP അംഗങ്ങൾ വ്യാപകമായി കൃത്രിമം കാണിച്ചുവെന്നാരോപിച്ച് UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. BJP കൗൺസിലറും വിദ്യാഭ്യാസ കായിക സ്ഥിരസമിതി അധ്യക്ഷനുമായ ചെമ്പഴന്തി ഉദയൻ ഈ ഹാജർ പുസ്തകം UDF നേതാവിന്റെ കൈകളിൽ നിന്ന് ബലമായി പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചതാണ് രംഗം വഷളാക്കിയത്. മാധ്യമ പ്രവർത്തകരുടെയും ക്യാമറകളുടെയും മുന്നിൽ വെച്ച് നടന്ന ഈ പിടിവലിയും വാക്കേറ്റവും മിനിറ്റുകൾക്കകം വലിയൊരു സായുധ പോരാട്ടത്തിന് സമാനമായ കയ്യാങ്കളിയായി പരിണമിക്കുകയായിരുന്നു. ഇരുപക്ഷത്തെയും മറ്റ് കൗൺസിലർമാർ ചേരിതിരിഞ്ഞ ആക്രമത്തിന്റെ പങ്കാളികളായതോടെ കൗൺസിൽ ഹാൾ പൂർണ്ണമായും യുദ്ധകളമായി മാറി. ജനാധിപത്യപരമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്തുവാനും സുതാര്യത ഉറപ്പാക്കുവാനും നിയമപരമായ മാർഗങ്ങൾ നിലവിലിരിക്കെ ഒരു ഔദ്യോഗിക രേഖ കൈക്കലാക്കാൻ ജനപ്രതിനിധികൾ കായിക ബലം പ്രയോഗിച്ചത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഈ സംഘർഷത്തിനിടയിൽ ഏറ്റവും അപലപനീയമായ കാര്യം വനിതാ കൗൺസിലർമാർക്ക് നേരെ നടന്ന ക്രൂരമായ മർദ്ദനവും അതിക്രമങ്ങളുമാണ്. UDF വനിതാ കൗൺസിലർമാരായ S. ഷേർലി, അനിത അലക്സ് എന്നിവർക്ക് കയ്യാങ്കളിയുടെ കടുത്ത ശാരീരിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും അവരെ ഗുരുതരമായ പരിക്കുകളോടെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. KS ശബരിനാഥനെ മർദ്ദിക്കാനുള്ള ശ്രമത്തെ തടയുന്നതിനിടയിലാണ് ഷെർലിയുടെ കഴുത്തിന് കടുത്ത പരിക്കേറ്റതെന്നത് അക്രമത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട്. ജനപ്രതിനിധികളായ സ്ത്രീകൾക്ക് പോലും സുരക്ഷിതമായി തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം ജനാധിപത്യത്തിന് ലജ്ജാകരമാണ്. ഇതിനെ തുടർന്ന് UDF അംഗങ്ങളുടെ പരാതിയിൽ 4 BJP കൗൺസിലർമാർക്കെതിരെ മ്യൂസിയം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നത് ഈ സംഭവത്തിന്റെ നിയമപരമായ ഗൗരവത്തെ വ്യക്തമാക്കുന്നു. ജനപ്രതിനിധികൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നതും പോലീസ് നടപടികൾ നേരിടുന്നതും കൗൺസിലിന്റെ വിശ്വസ്യതയെ വീണ്ടും തകർക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്കപ്പുറം അക്രമം നടത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ സംഘർഷങ്ങളുടെ വേരുകൾ നിറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ കൗൺസിലർ നിലനിന്നിരുന്ന കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാപ്പ കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതനെ കോർപ്പറേഷൻ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF, UDF അംഗങ്ങൾ ഒന്നിച്ച് മുദ്രാവാക്യം വിളിച്ചതോടെയാണ് അന്ന് യോഗം ആരംഭിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പവിത്രതയെ ഇല്ലാതാക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് കൗൺസിലിൽ വലിയ ബഹളത്തിന് കാരണമായി. ഈ ബഹളത്തിനിടയിൽ വെറും 5 മിനിറ്റ് കൊണ്ട് കൗൺസിലിന്റെ പ്രധാന അജണ്ടകളെല്ലാം ചർച്ച കൂടാതെ പാസാക്കി യോഗം പിരിച്ചുവിട്ട മേയർ VV രാജേഷിന്റെ നടപടിയും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ജനാധിപത്യ സംവാദങ്ങൾക്കോ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അവസരം നൽകാതെ അജണ്ടകൾ ഏകപക്ഷീയമായി പാസാക്കുന്നത് ഭരണകൂടത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. അജണ്ടകൾ പാസാക്കി മേയർ ഹാളിൽ നിന്ന് മാറിയ ഉടനെയാണ് അസാധാരണമായി ഈ സംഘർഷങ്ങൾ ആരംഭിച്ചതെന്നതും ശ്രദ്ധേയമാണ്. വ്യാഴാഴ്ച മേയറുടെ ചേംബറിന് മുന്നിൽ LDF, BJP പ്രവർത്തകർ തമ്മിലുണ്ടായ കടുത്ത സംഘർഷത്തിൽ മേയർ VV രാജേഷ് അടക്കം 15ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഘർഷത്തിൽ പരിക്കേറ്റ 3 LDF കൗൺസിലർമാർ ആംബുലൻസിലും വീൽ ചെയറിലുമാണ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നത് ഭരണസഭയ്ക്കുള്ളിൽ കടുത്ത പകയുടെ അന്തരീക്ഷം വ്യക്തമാക്കുകയാണ്. ഇത്തരം പ്രതികാര രാഷ്ട്രീയവും കായികമായ ഏറ്റുമുട്ടലുകളും ജനപ്രതിനിധികളെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്ന്
പൂർണ്ണമായി പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോർപ്പറേഷന്റെ വികസന പദ്ധതികൾ, വാർഷിക ബഡ്ജറ്റ് വിഹിതം, പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ നയങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വേദികളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പോർക്കളങ്ങളായി മാറുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന കൗൺസിൽ യോഗങ്ങൾ വ്യക്തിപരമായ രാഷ്ട്രീയ ലാഭങ്ങൾക്കും പാർട്ടി താല്പര്യങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുമ്പോൾ നഷ്ടം വരുന്നത് തലസ്ഥാന നഗരിയിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് മാത്രമാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നത് ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വികേന്ദ്രീയ ജനാധിപത്യത്തിന്റെ സുപ്രധാന കണ്ണികളാണ്. കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിക്കപ്പെടേണ്ട ഭരണപരമായ സുതാര്യതയും ഓഡിറ്റിംഗും കായിക ബലത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കേണ്ട ജനപ്രതിനിധികൾ തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ മാതൃകയെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുക്കുന്ന ഒന്നാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സാന്നിധ്യവും അഴിമതി ആരോപണങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സ്ഥാപനപരമായ ഓഡിറ്റിംഗും കർശനമായ പെരുമാറ്റച്ചട്ടങ്ങളും അനിവാര്യമായി മാറിയിരിക്കുന്നു. നിയമസഭകളിലും പാർലമെന്റിലും ഇതുപോലെ കൗൺസിലുകളിലും കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായ സംവിധാനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. സഭയുടെ അന്തസ്സ് കെടുത്തുന്ന രീതിയിൽ പെരുമാറുന്ന അംഗങ്ങളെ ദീർഘകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം ഭരണ നേതൃത്വം കാണിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അണികളെയും ജനപ്രതിനിധികളെയും ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പകരം അജണ്ടകൾ അട്ടിമറിക്കുവാനും പ്രതിപക്ഷ ശബ്ദങ്ങളെ കായികമായി നേരിടുവാനും ശ്രമിക്കുന്നത് ഭരണകൂടങ്ങളുടെ ഫാസിസ്റ്റ് പ്രവണതകളാണ് ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംവാദങ്ങളിലൂടെയും നിയമപരമായ പോരാട്ടങ്ങളിലൂടെയുമാണ് പരിഹരിക്കേണ്ടത്. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കൃത്യമായി പരിശോധിക്കപ്പെടണം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സഭയിൽ ജനാധിപത്യപരമായ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചവർ ആരായാലും അവർക്കെതിരെ കർശനമായ ക്രിമിനൽ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം ഉറപ്പുവരുത്തണം. ഒരു നഗരത്തിന്റെ വികസന നയങ്ങൾ സ്തംഭനാവസ്ഥയിലാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. ജനപ്രതിനിധികളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് തന്നെ ജനങ്ങൾക്ക് വിരക്തി തോന്നി തുടങ്ങും. ഇത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഗുണകരമല്ല. അതിനാൽ തന്നെ ഇത്തരം ആക്രമണങ്ങളെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് പുറം വലിയൊരു സാമൂഹിക വിപത്തായി കാണാൻ നാം തയ്യാറാകണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഇത്തരം അനാഭോഗ്യ പ്രവണതകൾക്കെതിരെ പൊതുജനാഭിപ്രായം ശക്തമാക്കേണ്ടതുണ്ട്. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ സഭയ്ക്കുള്ളിൽ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കുവാനും ചോദ്യം ചെയ്യുവാനും ഓരോ വോട്ടർമാർക്കും അവകാശമുണ്ട്. ജനങ്ങളുടെ ഈ ഉണർവ് മാത്രമാണ് ഇത്തരം ജീർണിച്ച രാഷ്ട്രീയ രീതികൾക്ക് അറുതി വരുത്താനുള്ള ഏക മാർഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായ ഈ അസാധാരണ പ്രതിസന്ധിയിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. കൗൺസിലിന്റെ സുഗമമായ പ്രവർത്തനവും ജനപ്രതിനിധികളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നത് നല്ലതായിരിക്കും. രാഷ്ട്രീയ പകപ്പോക്കലുകൾക്ക് കൗൺസിൽ ഹാൾ വിട്ടുനിൽക്കുന്നില്ല. ശക്തമായ നിലപാട് ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഉയർത്തേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതകൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാട് രാഷ്ട്രീയ നേതൃക്കൾക്ക് അവസാനിപ്പിക്കാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. കൗൺസിൽ പരിക്കേറ്റ വനിതാ അംഗങ്ങൾക്ക് നീതി ലഭ്യമാകുക എന്നത് ഈ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളക്ഷാമം, റോഡ് വികസനം, നികുതി പരിഷ്കരണങ്ങൾ തുടങ്ങിയ കാതലായ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കേണ്ട സമയം ഇത്തരം സംഘർഷങ്ങളിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങളോടുള്ള തികഞ്ഞ വഞ്ചനയായി മാത്രമേ കാണാൻ സാധിക്കൂ. ഒരു മികച്ച ജനാധിപത്യ സമൂഹത്തിന്റെ ലക്ഷണം ആരോഗ്യകരമായ സംവാദങ്ങളും സുതാര്യമായ ഭരണ നിർവഹണവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കറുത്ത അധ്യായം വരും തലമുറയിലെ ജനപ്രതിനിധികൾക്കായുള്ള ഒരു മുന്നറിയിപ്പാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ ജീർണതകൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശീലങ്ങളെ തകർക്കാൻ അനുവദിക്കില്ല. പൊതുജനക്ഷേമവും വികസന നയങ്ങളും ചർച്ച ചെയ്യേണ്ട വേദികളിൽ ഇത്തരത്തിൽ അടിച്ചമർത്തലിന്റെയും അക്രമത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുമ്പോൾ ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട പൗരന്മാർ മൗനം പാലിക്കുന്നത് അപകടകരമാണ്. ഓരോ പൗരനും ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അധികാരത്തിന്റെ സുതാര്യതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം. ഈ വിഷയത്തിന്റെ ഭരണഘടനാപരമായ സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ ലോക്കൽ ഗവേണൻസ് സിസ്റ്റത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ഗൗരവമായി ചിന്തിക്കാൻ ഓരോ മലയാളിയും തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ധ്രുവീകരണ തന്ത്രങ്ങൾ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നാം തിരിച്ചറിയണം. സുതാര്യവും അക്രമരഹിതവുമായ ഒരു ഭരണ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ലജ്ജാകരമായ സംഭവ വികാസങ്ങളെ ഒരു പ്രബുദ്ധ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാകാൻ എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് വരണമെന്ന് നിങ്ങൾ കരുതുന്നത്?
ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനായി ഈ വിശകലന വീഡിയോ പൂർണ്ണമായും കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും പങ്കുവയ്ക്കുകയും ചെയ്യുക. ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ്. ഒന്നിച്ചു നിന്ന് നമുക്ക് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാം.